അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് സജോസ് ഹോംലി ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കോൺവൊക്കേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ കാലിക്കറ്റ് വെച്ചിട്ട്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ ട്രെയിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പിന്നെ ട്രെയിന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ടാണ് പോകാനുള്ളത്. ഓഡിറ്റോറിയം എവിടെയാണെന്നുള്ളത് നമുക്ക് ലൊക്കേഷൻ നമ്മളെ കയ്യിലുള്ളൂ. സ്ഥലം നമുക്കറിയില്ല. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഓഡിറ്റോറിയം എവിടെയാണെന്നുള്ളത്. ചോദിച്ചിട്ട് വേണം പോവാനായിട്ട്. ഞങ്ങളിവിടെ കുറേ ഓട്ടോക്കാരോട് ചോദിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവണില്ല. ഓഡിറ്റോറിയം ഏതാണെന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങട് നടന്ന് പോയപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് കണ്ട്. അവിടുന്ന് പിന്നെ 2 ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി. നമ്മള് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴന്നെ ഒരുപാട് സ്റ്റുഡൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ട്ടോ. കുറച്ച് പേര് അകത്തുണ്ട്. അവരുടെ ടീച്ചേഴ്സ് ഉണ്ട് കൂടെ. നമ്മളവിടെ ചെന്നതിന് ശേഷം രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. നമ്മള് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് ബ്ലോക്കായി. പിന്നെ നമ്മളവിടെ ചെന്നിട്ടാണ് രജിസ്ട്രേഷനൊക്കെ ചെയ്തത്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു ട്ടോ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് വിശിഷ്ട അതിഥികൾ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഒപ്പനയോട് കൂടിയിട്ടാണ് ട്ടോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ട്ടോ നമുക്ക് TSSR പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അതിന് വേണ്ട എംബസി അറ്റസ്റ്റേഷനൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ ഈ TSSR സർട്ടിഫിക്കറ്റ്. TSSR കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞത് അവിടെ വന്നപ്പോഴാണ് ട്ടോ. നമ്മുടെ പ്രോഗ്രാമിൽ ചെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ എത്രത്തോളം വാല്യുബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. എന്തായാലും നമ്മുടെ സ്റ്റുഡൻസിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ അഭിമാനം തോന്നുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവര് നല്ല ടീച്ചേഴ്സിന് ഉള്ള പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ നല്ല സ്റ്റുഡൻസിനുള്ള പുരസ്കാരങ്ങൾ, അങ്ങനെ കുറേ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റൊക്കെ നൽകുന്നുണ്ട്. ഏതായാലും നമ്മുടെ സ്റ്റുഡൻസും ഒരുപാട് സന്തോഷത്തിലാണ് ട്ടോ. കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടാവുംന്നുള്ളത് അവര് ഇത്രത്തോളം ഉഷാറാവുംന്നുള്ളത് അവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും ഒരുപാട് സന്തോഷത്തിലാണ്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കുറേ പേര് ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ട്ടോ. ഞങ്ങള് സ്റ്റേജിൽ കയറിയിട്ട് ജസ്റ്റ് ഫോട്ടോസ്, വീഡിയോസൊക്കെ ഞങ്ങളന്നെ ഏറ്റെടുത്ത്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്താൻ നേരം വൈകും വിചാരിച്ചിട്ട് ഞങ്ങള് അധികമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്കവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്ടോ. അതിലൊരാളാണ് ഇവള് മർവ, ടീച്ചറാണ്. അപ്പോൾ എന്നെ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൽ ആക്കി തരാൻ വരികയാണ് ഇവള് ട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വേഗം എത്താൻ വേണ്ടിയിട്ട് അവളുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവളെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ബസ് കയറ്റി തന്നിട്ടാണ് അവള് പോയത്. താങ്ക് യു മർവ. താങ്ക് യു.